ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നല്ലോ ആടുജീവിതം എന്ന പൃഥ്വിരാജിന്റെ ഈ വർഷം മലയാള സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഇതുവരെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളിൽ ഏറ്റവും ചെലവേറിയ സിനിമയുടെ OTT പ്രഖ്യാപനം വന്നത്. ഒരു മലയാളം സിനിമയെ സംബന്ധിച്ച മലയാളം സിനിമയുടെ തിയേറ്റർ ബിസിനസ് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട ബിസിനസ് മേഖലയാണ് ഡിജിറ്റൽ റൈറ്റ്സ് വിൽപ്പന അഥവാ OTT ബിസിനസ്. മലയാളം സിനിമകൾക്ക് OTT വിൽപ്പനയിലൂടെ കൂടുതൽ തുക ലഭ്യമാക്കുന്ന OTT പ്ലാറ്റ്ഫോം മുൻനിര OTT പ്ലാറ്റ്ഫോം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ തന്നെയാണ്. ആ ഹോട്ട്സ്റ്റാർ സമീപകാലത്ത് മലയാളത്തിൽ ഉപേക്ഷിച്ച വിവിധ സിനിമകളെ കുറിച്ചാണ് വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിലിപ്പോഴത്തെ ഏറ്റവും പുതുതായിട്ട് ആടുജീവിതം എന്ന സിനിമയാണ് ഹോട്ട്സ്റ്റാർ ഉപേക്ഷിച്ചിരിക്കുന്നത്. ഒരു ഘട്ടത്തിൽ 25 കോടി രൂപയ്ക്ക് മുകളിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായ സിനിമയാണ് ആടുജീവിതം. ഇപ്പോഴത്തെ അതേ ആടുജീവിതം അതിനേക്കാൾ കുറഞ്ഞ തുകയ്ക്ക് നെറ്റ്ഫ്ലിക്സിലൂടെ OTT റിലീസ് ചെയ്യാനായിട്ട് ഈ ആഴ്ച തയ്യാറെടുക്കുന്നു എന്നാണ് അവസാനമായിട്ട് നമുക്ക് ലഭ്യമായിരിക്കുന്ന റിപ്പോർട്ട്. അപ്പോൾ ആടുജീവിതം പോലൊരു വമ്പൻ ബഡ്ജറ്റിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ പ്ലസ് ഈ സിനിമയുടെ OTT ബിസിനസ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ റൈറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ നഷ്ടം തന്നെയാണ്. ഇതേ സമാന അവസ്ഥയിലൂടെ തന്നെയാണ് ദിലീപിന്റെ പവി കെയർ ടേക്കറും കടന്നു വന്നിരിക്കുന്നത്. ആദ്യം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ സിനിമയുടെ OTT ഒപ്പം തന്നെ ഏഷ്യാനെറ്റ് സാറ്റലൈറ്റ് അവകാശമെല്ലാം തന്നെ സ്വന്തമാക്കിയ സിനിമയാണ് ദിലീപ് ചിത്രം പവി കെയർ ടേക്കർ. ബിഗ് ബോസിലടക്കം പ്രൊമോഷനായിട്ട് ദിലീപ് എത്തിയ ഒരു കാഴ്ച നാം കണ്ടതാണ്. എന്നാൽ ഇപ്പോഴത്തെ ഏറ്റവും ഒടുവിൽ ഹോട്ട്സ്റ്റാറിൽ നിന്നും മനോരമ മാക്സിലേക്ക് പോയ സിനിമ OTT റിലീസ് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞിരിക്കുകയാണ്. ടർബോ എന്ന മമ്മൂട്ടി സിനിമയ്ക്കും സമാന അവസ്ഥ തന്നെയാണ്. ആടുജീവിതം കഴിഞ്ഞാൽ ഈ വർഷത്തിൽ ഏറ്റവും ചെലവേറിയ മലയാളം സിനിമകളിലൊന്നായ ടർബോ എന്ന സിനിമയുടെ OTT അവകാശങ്ങൾ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കിയെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായതാണ്. എന്നാൽ ഇപ്പോഴത്തെ സോണി ലിവിലൂടെയാണ് സിനിമ സ്ട്രീം ചെയ്യാനായിട്ട് ഒരുങ്ങുന്നത്. മലയാളം സിനിമകൾ കൂടുതലായിട്ട് OTTയിലൂടെ കൂടുതൽ പ്രേക്ഷകർ മലയാളികൾ പോലും കാണുന്നില്ല. അതോടൊപ്പം തന്നെ ടെലഗ്രാം ഉൾപ്പെടെയുള്ള മറ്റ് പൈറസി സൈറ്റുകളെ സമീപിക്കുന്നു. ഒപ്പം തന്നെ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ ആണെങ്കിൽ ജിയോയുമായിട്ട് ലയനവും എല്ലാം തന്നെ ഏകദേശം അന്തിമഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നു. തുടങ്ങിയ കാരണങ്ങളെല്ലാം തന്നെയാണ് ഹോട്ട്സ്റ്റാർ മലയാളം സിനിമകളിൽ നിന്നും അകന്നു നിൽക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. നേരെ മലൈക്കോട്ടെ വാലിബൻ, മഞ്ഞുമൽ ബോയ്സ്, പ്രേമലു, അബ്രഹാം ഓസ്ലർ തുടങ്ങിയ സിനിമകളാണ് ഈ വർഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ OTT റിലീസ് ചെയ്ത പ്രധാനപ്പെട്ട മലയാളം സിനിമകൾ. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വീഡിയോകൾ കേട്ടാം.